ഇവൻ അമ്മയോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇതെന്താ ശാന്തക്ക് 2 കഷ്ണം കൊടുത്തത്? അമ്മ അന്നേരം പറഞ്ഞ മറുപടി, ഇനി വേണമെങ്കിൽ തിന്നിട്ട് മേടിച്ച് പോയാൽ മതി കേട്ടോ എന്ന്. ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാം, ഇവൻ ചോറ് വയസ്സിട്ട് മുറ്റത്ത് പൂഴി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടിൽ എന്ത് പണിക്ക് വസ്തുള്ളതാവില്ല. ഞാനെല്ലാം ജനിച്ചില്ല കാലത്ത്. ഇവൻ ചെയ്തെന്താ പറഞ്ഞാൽ പൂഴി വാരിയിട്ട് ഈ ശാന്തേശ്ശിന്റെ ചോറിനകത്ത് ഇട്ട് കളിയായത്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ടേ യൂസ്ലെസ് ആണെന്നും ആർത്തിപ്പണ്ടാരമാണെന്നും ക്രൈം ഓൺലൈൻ ചാനലിനോട് തുറന്നടിച്ച പാണ്ഡ്യാല ഷാജി. അയാൾ 5 പൈസയുടെ ജോലി ചെയ്തിട്ടില്ല. പണ്ട് എൻ്റെ അമ്മയ്ക്ക് നെയ്ത്തുശാലയുണ്ടായിരുന്നു. അവിടെ നെല്ല് ചുറ്റാൻ വരുന്നയാളായിരുന്നു ഈ പറയുന്ന വിജയന്റെ അമ്മ. ആ അമ്മയെ സഹായിക്കാൻ വരുന്നയാളായിരുന്നു വിജയൻ. ആ ജോലിയിൽ പോലും വമ്പൻ പരാജയമായിരുന്നു പിണറായി. ആ പിണറായിയാണ് ഇപ്പോൾ കോടികൾ സമ്പാദിക്കുന്നത്. തൻ്റെ ചേച്ചിക്ക് ഐക്കൂറ മീൻ, അതായത് ഇവിടുത്തെ നെയ്മീൻ 2 കഷ്ണം കൊടുത്തപ്പോൾ ആർത്തിമൂത്ത പിണറായിക്ക് അത് സഹിച്ചില്ല. തുടർന്ന് തർക്കമായപ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ തിന്നിട്ട് എണീറ്റ് പോടാ എന്ന് പറയേണ്ടി വന്നുവെന്നും പാണ്ഡ്യാല ഷാജി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ 5 രൂപയുടെ പണിയെടുത്തത് ഈ പിണറായി വിജയന്റെ 5 പൈസന്റെ പണിയെടുത്തത് അയാൾ ഇല്ലല്ലോ. ഇവിടുന്നാണ് ഇപ്പൊ 5 പൈസ 5 രൂപ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാറ്റാ പല മോശം ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ വീട്ടിന്റെ എൻ്റെ അമ്മയുടെ നെയ്ത്തുശാലയുണ്ട്. വലിയ 10-100 തൊഴിലാളികൾ നെയ്ത്തുശാലയിലുള്ള ആളാണ് എൻ്റെ അമ്മ പഴയ. അതിനകത്ത് ഇയാളുടെ അമ്മ നല്ലി ചുറ്റാൻ വരുമ്പോ സഹായിക്കലായിരുന്നു ഈ പറയുന്ന വിജയന്റെ പണി എന്നല്ലോ. നല്ലി ചുറ്റാന്ന് പറഞ്ഞാൽ എന്റെ നൂല് ചുറ്റുന്നില്ലേ, ഈ നൂല് ചുറ്റുന്ന പണിയാണ് അയാൾ എടുത്തത്. വേറെ പണിയൊന്നും അയാൾ എടുത്തിട്ടില്ല. വേറെ ഒരു പണി എടുത്തിട്ടില്ല. ആ പണീൻ്റെ അകത്ത് തന്നെ അയാൾ ദയനീയ പരാജയമായിരുന്നു. 10 പൈസന്റെ പണിയെടുക്കാത്തവനല്ല ഈ പറയുന്ന സാധനം മുഴുവൻ ഉണ്ടാക്കുന്നതല്ല. വെറുതെ അല്ല ഒരാളെ ഇങ്ങനെ താറടിച്ചിട്ട് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് പോകും. അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് പറയാനെല്ലാം ഉണ്ട്. അതല്ല ഏതെങ്കിലും ഒരു സമയം വരുന്ന സമയത്ത് പറയാൻ അതിന് ഒരുപാട് സംഭവം പറയാം. എൻ്റെ ഇന്നിപ്പോ എൻ്റെ നേരെ അപ്പുറത്തെ വീട്ടില് ഞാൻ പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ വീട് എന്ന് പറഞ്ഞ അനിയത്തിയുടെ വീട്ടിൽ എൻ്റെ മലേഷ്യയിലുള്ള ഞാൻ അമ്മാന്ന് വിളിക്കുന്നവരെയാണ് ഇപ്പൊ ശരിക്കും. പിന്നെ ആ ശാന്തേശി വന്നിട്ടുണ്ട് മലേഷ്യ ഒരു ജസ്റ്റ് 10 ദിവസത്തേക്ക് വന്നതാണ് അവര്. അപ്പൊ ഇവര് മംഗളോയിഡ് റേസാണ്. മംഗളൂർ റൈസ് എന്ന് പറയുമ്പോൾ 15 മൂക്ക്, മഞ്ഞ ഇറുകിയ കണ്ണ്, മഞ്ഞ നിറം, എന്നേക്കാളേറെ ഹൈറ്റ്, 125 കിലോ വെയിറ്റ് ആണ് അവരുടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒരു ഭയങ്കര ബ്യൂട്ടിയെല്ലാം ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇവര് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഇവർ വളരുന്ന കാലത്ത് ഓണത്തിന് ഈ പറയുന്ന ഈ വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പിണറായി എന്ന് പറയുന്ന ഈ യൂസ്ലെസ്സും അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ചോറുന്നുക. എല്ലാവർക്കും ഓരോ കഷ്ണം അന്ന് കൊടുത്തിരുന്നതാണ് അയക്കൂറ. അന്ന് ഏതാ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കാലത്ത് അയക്കൂറ കൊടുത്ത് എല്ലാവർക്കും 1 കൊടുത്തപ്പോൾ ഇവരും കൊടുത്തു. ശാന്തേശിക്ക് കൊടുത്തത് 2 കഷ്ണം, ഇവന് കൊടുത്തു ഒറ്റ കഷ്ണം. മറ്റെല്ലാവർക്കും ഒന്നേ ഉള്ളൂ. എൻ്റെ മൂത്ത ഏട്ടൻ മരിച്ചുപോൻ്റെ ഏട്ടനുണ്ട്, അതിൻ്റെ ഇടയിൽ 2ാമത്തെ ഏട്ടനുണ്ട്. ഈ 2 ഏട്ടന്മാർക്കും ഇതേപോലെ തന്നെ ശാന്തേശിക്ക് ഉൾപ്പെട്ട് ശാന്തേശിക്ക് 2 കഷ്ണം കൊടുത്തു, ഇവന് ഓരോന്ന് വീതം കൊടുത്തു. ഇവൻ അമ്മയോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇതെന്താ ശാന്തക്ക് 2 കഷ്ണം കൊടുത്തത്? അമ്മ അന്നേരം പറഞ്ഞ മറുപടി, ഇനി വേണമെങ്കിൽ തിന്നിട്ട് മേടിച്ച് പോയാൽ മതി കേട്ടോ എന്ന്. ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാം, ഇവൻ ചോറ് വയസ്സിട്ട് മുറ്റത്ത് പൂഴി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടിൽ എന്ത് പണിക്ക് വസ്തുള്ളതാവില്ല. ഞാനെല്ലാം ജനിച്ചില്ല കാലത്ത്. ഇവൻ ചെയ്തെന്താ പറഞ്ഞാൽ പൂഴി വാരിയിട്ട് ഈ ശാന്തേശ്ശിന്റെ ചോറിനകത്ത് ഇട്ട് കളിയായത്. ഇത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ട് അമ്മ സങ്കടം സഹിക്കുകയായിട്ട് പറയാം. എനിക്ക് അടികൊണ്ടതിന്റെ വാർഷികത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മാറോട് കെട്ടിൽ ഈ വെടിവെപ്പ് നടന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ MBRന്റെ ആ മാറോട് കെട്ടിൽ എന്ത് ചെയ്തിരുന്നു പറഞ്ഞാൽ ആടെ ഒരു പൊതുയോഗം വെച്ചു UDFന്റെ. ആ പൊതുയോഗത്തിൻ്റെ അകത്താണ് അമ്മ പറഞ്ഞാടാ നീ പറഞ്ഞോ ഈ സാധനം, ഞാൻ ജീവിച്ചിരിപ്പിട്ട് നീ പറഞ്ഞു തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ സാധനം പറഞ്ഞേ. ആദ്യമായി പുറം ലോകം അറിയുന്നത് ഇങ്ങനെയാണ്. ഇവൻ ആരാ നിങ്ങളെ ധാരണ? ഇത്ര ഇൻഹ്യൂമനായ ഒരു മനുഷ്യനുണ്ടോ അയാൾ? അല്ല പോട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വൃത്തികെട്ട കക്ഷിയായി അയാൾ.